ചേച്ചി ഗുഡ് മോർണിംഗ് പറ പാത്തു. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറയടാ. ഗുഡ് മോർണിംഗ്. ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളായിട്ട് എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും പറയാറുണ്ട് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്ന ഡെയിലി റുട്ടീൻ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള വീഡിയോ ഒക്കെയാണ് കാണാനായിട്ട് ഇഷ്ടം എന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ 6 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. കാരണം ദിനൂന് ഓഫീസിൽ പോകണം, ഫുഡ് കൊണ്ടുപോകണം. വീണ്ടും ബാക്ക് ടു നോർമൽ റുട്ടീനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹിമചേച്ചിയും ഐഷുക്കുട്ടനും ചേട്ടനും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും 1-2 ചെടികളൊക്കെ പോയി കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി CC പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഗ്രീൻ ടീക്കുള്ള വെള്ളം വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മുട്ട ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനവിടെ തിളപ്പിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും പൂരിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ കയറുക, ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നല്ല മടിയായിരുന്നു കേട്ടോ രാത്രി കിടക്കുമ്പം. പിന്നെ രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ആയി അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മടിയൊക്കെ മാറി. അപ്പോൾ ചോറിന് കൊണ്ടുപോകാൻ വേണ്ട കറികളൊക്കെ തലേന്ന് തന്നെ പ്ലാൻ ചെയ്തെല്ലാം ഞാനും ചേച്ചിയും കൂടെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ രാവിലെ ബീട്രൂട്ട് തോരൻ വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബീട്രൂട്ട് തോരൻ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മൾ തേങ്ങയൊന്നും ചതയ്ക്കാതെയാണ് ഈ ഒരു തോരൻ വെക്കുന്നത്. അങ്ങനെ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോള നല്ല തിന്നായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർത്തേക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളപ്പം ഒരുപാട് എരിവാണെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ മൺചട്ടി വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ബീട്രൂട്ട് തോരൻ്റെ കൂട്ടത്തിൽ മഷ്റൂം റോസ്റ്റും കൂടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ട് നല്ല ഫീഡ്ബാക്കും പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയം കൊണ്ട് ആ ഒരു സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോരന് വേണ്ടിയിട്ട്. അത് നമ്മൾ ഈ ഒരു സവോളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല. അതേസമയം വേറെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയുടെ, അതായത് ഒരു അരമുറി തേങ്ങയുടെ 1/4 ഭാഗം ചിരകിയതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങ ഇങ്ങനെ തന്നെ പച്ചയ്ക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. തേങ്ങ ചതയ്ക്കുകയോ വെളുത്തുള്ളി അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജീരകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കായി വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവോളയൊക്കെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മഷ്റൂം റോസ്റ്റിനുള്ള സവോളയും തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. 3 അടുപ്പിലും കൂടെ വെച്ചാലേ പെട്ടെന്ന് പണി തീരുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആകും. അതുകൊണ്ട് 3 അടുപ്പിലും മാറി മാറി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റായെന്ന് മനസ്സിലായപ്പോൾ മാറ്റി വെച്ചു. പിന്നെ തലേന്ന് തന്നെ നമ്മൾ ചോറ് തിളപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് ബാക്കി ഒന്നുകൂടെ ഒന്ന് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് തിളപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുട്ടക്കറിയും അവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. മഷ്റൂമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പണികൾ ഏകദേശമൊക്കെ രാവിലത്തേത് ഒതുങ്ങി വരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ടാണുള്ളത്.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 2 ടൈപ്പ് മുട്ടക്കറി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം റോസ്റ്റ് കൂടാണ്. അപ്പം ഞാനാണെങ്കിൽ കുക്ക് ചെയ്ത് കഴിയുന്ന പാത്രങ്ങൾ ചേച്ചി അപ്പം കഴുകി തരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എളുപ്പത്തിൽ പണി തീരുന്നുണ്ടായിരുന്നു. കാരണം അതിനിടയ്ക്ക് പാത്രം കൂടെ കഴുകാൻ പോകുമ്പോഴാണ് നമുക്ക് സമയം പോകുന്നത്. ആദ്യം ഞാൻ ചേച്ചി അറിയാതെ ക്യാമറ വെച്ചു, അത് കഴിഞ്ഞ് ചേച്ചി കണ്ടുപിടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ തിരിഞ്ഞു നോക്കാത്തത്. അപ്പോൾ അങ്ങനെ ചേച്ചി പാത്രം കഴുകുന്ന സമയം കൊണ്ട് ഞാൻ പൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചു കേട്ടോ. അപ്പോൾ പൂരിക്കുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് മാറ്റി ഒരു 10 മിനിറ്റ് വെച്ചായിരുന്നു. അതിനുശേഷം നമുക്ക് പൂരി ഉണ്ടാക്കണം, പിന്നെ ചായ വെക്കണം. ഇത് രണ്ടും കൂടെയാണ് നമുക്ക് ഇനിയുള്ളൊരു ജോലിയുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചി ചായ വെക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് പൂരി ഉണ്ടാക്കുകയാണേ. സാധാരണ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൂടി ഏതെങ്കിലും ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സുഹൃത്താണ്. ആരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സുഹൃത്ത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പറഞ്ഞാൽ നമുക്കൊക്കെ 100 കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിന്നും ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യയും ആകാം, മാതാപിതാക്കന്മാരാകാം, സഹോദരനോ സഹോദരിയോ, ഒരുമിച്ച് പഠിച്ചവരോ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോ, അയൽക്കാരോ ആയിരിക്കാം. ഇതുമൊന്നുമല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് കണ്ടുമുട്ടി നമുക്ക് വേണ്ടപ്പെട്ടവരായവരായിരിക്കാം. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുന്നയാൾ, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കുകയും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് ധൈര്യം പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കാം. യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടാതെ നമ്മൾ സന്തോഷിക്കുമ്പം നമ്മളെപ്പോലെ തന്നെ സന്തോഷിക്കുന്നവരായിരിക്കും. എന്ത് കാര്യവും ഇങ്ങനെയുള്ളവരോട് നമുക്ക് തുറന്നു പറയാനും പറ്റും. പണവും ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ആവുന്നതും. പിന്നെ ചിലരുണ്ട് എപ്പോഴും എനിക്ക് സൗഹൃദമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയുള്ളവരെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും അവരെ പിന്നിൽ നിന്ന് കുത്തുന്നതും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ തന്നെയാണ്. ഓരോന്നിനും ഓരോ ഉദ്ദേശങ്ങളായിരിക്കും ഇങ്ങനെയുള്ളപ്പോൾ ഉണ്ടാവുക. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇങ്ങനെയുള്ളവർ കൂടെ കൂടുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഫലം ആഗ്രഹിക്കാതെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ വൈകുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയുകയും അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിലേക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ദിനുവിന് കൊടുത്തു വിടാനായിട്ടുള്ള ചോറും കറികളും ഒക്കെ ലഞ്ച് ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് ദിനുവിന് ഓഫീസിൽ പോകാൻ പോകണം. അപ്പം ദിനുവിന് ഈ 2 കറികളും മതി. നമ്മൾ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ, ഫിഷ് കറി, അതുപോലെ ഇനി മോര് കറിയും കൂടെ വെക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിനു പോയതിന് ശേഷം ഇനിയിപ്പോൾ ആ പണികളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ദിനു ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് വന്നിരുന്ന് പൂരി മുട്ടക്കറിയൊക്കെ കഴിക്കുന്നുണ്ട്. ചായയും എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദിനു കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാത്തു എണീറ്റ് വന്നിട്ടുണ്ട്. പാത്തു ആണെങ്കിൽ മൂഡ് ഓഫ് ആള് നല്ല മൂഡിലല്ലാന്ന് തോന്നുന്നു എണീറ്റ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, എണീറ്റ് വന്നപ്പോൾ ഐശുവിനെ കണ്ടുമില്ല. അപ്പോൾ ഹിമചേച്ചി അവളെ ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദിനു ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ലഞ്ചും ഒക്കെ ആയിട്ട് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഐഷ ചേച്ചി. ഗുഡ് മോർണിംഗ് പറ പാത്തു. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറയടാ. ഗുഡ് മോർണിംഗ്. പാത്തു കഴിക്കാം. പാത്തു കഴിക്കാം. കഴിക്കാം. എന്താ മൂടായില്ലേ? അങ്ങനെ ഐഷുക്കുട്ടനും എണീറ്റ് വന്നു, ചേട്ടനും എണീറ്റ് വന്നു. ഐഷു ആണെങ്കിൽ ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പാത്തു ആണെങ്കിൽ നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പാത്തു ഇങ്ങനെ ഐഷുവിൻ്റെ പുറകിന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നടക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ കളിക്കാൻ ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളും കൂടെ കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ ഇവർ പിന്നെ കളിച്ചുകൊണ്ട് നടന്നോളും. കണ്ടില്ലേ, അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി പിന്നെ അവർ കളിച്ചോളും. ആ സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കുക്കിങ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, ക്ലീനിങ് പരിപാടികളുണ്ട്, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളായിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.